ശശി തരൂർ കോൺഗ്രസിനൊരു തലവേദനയാകുമോ? ശശി തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദന ആകുന്നു എന്ന് ചോദിച്ചാലേ, ഈ കോൺഗ്രസിലെ ഈ കേരളത്തിലെ നേതാക്കളെക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാലേ, ഈ ഒരു പൊതുധാരയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും ചിലപ്പോൾ ഒരു ചെറിയ ഹൈപ്പുള്ള ചില ആൾക്കാർ ഉണ്ടാകും. അവരെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണെങ്കിൽ പെട്ടിതൂക്കികളും പിന്നെ ഈ പറയുന്ന ഇരിക്കുന്ന കാറിന്റെ സീറ്റിന്റെ ടവല് നേരെയാക്കി ഇട്ട് കൊടുക്കുന്നതും ഇല്ലാത്ത ഈ പാദസേവ നടത്തുന്നവരുടെ ഒരു എണ്ണം വളരെ കൂടുതലാണ്. കാര്യം പെട്ടിതൂക്കി സീറ്റ് മേടിച്ച ഒരുപാട് പേരുണ്ട് കോൺഗ്രസിൽ. അപ്പൊ തരൂരിന് പറ്റിയത്, തരൂർ നീണ്ടകാലം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ഇംഗ്ലീഷ് ഭാഷ ഇത്രയും ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പുസ്തകമൊക്കെ പിന്നെ കിട്ടുകയാണെങ്കിൽ വായിച്ചൊക്കെ നോക്കണം. വായിച്ചിട്ടുണ്ടെന്നായിരിക്കും എൻ്റെ വിശ്വാസം. വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ വളരെ നല്ല രചനകളാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ ഇവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. രണ്ട്, നമ്മുടെ ഇവിടുത്തെ യൂത്ത് പഴയ യൂത്ത് അല്ല. കാര്യം ഒരു കൂട്ടം കുട്ടികൾ പുറത്തേക്ക് പോയി കരിയറിനെ വളരെയധികം ശ്രദ്ധിക്കുന്ന യൂത്താണ് ഇന്നത്തെ യൂത്ത് എന്ന് പറയുന്നത്. വെറുതെ ഗോലി കളിച്ച് നടക്കുന്ന ലക്ഷ്യമില്ലാത്ത യൂത്ത് അല്ല. വളരെ കുറച്ച് ശതമാനമേ ലക്ഷ്യമില്ലാത്ത യൂത്തുള്ളൂ. അപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് തരൂർ എന്ന് ഇവിടുത്തെ പെട്ടിതൂക്കികൾക്കും കൊടും വിഷങ്ങൾക്കും അറിയാം. ഞാൻ ഈ കോൺഗ്രസിലെ കൊടും വിഷങ്ങളാണ് പറയുന്നത്. കോൺഗ്രസിലെ കൊടും വിഷങ്ങൾ പലരും ഈ തലപ്പത്തുള്ള കൊടും വിഷങ്ങളുണ്ട്. ശരീരഭാഷയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ കൊടും വിഷങ്ങളാണെന്ന് നമുക്ക് അവരെ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. കാര്യം നമ്മൾ ഒരുപാട് വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു വ്യക്തിയെ കണ്ടാൽ പെട്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള കൊടും വിഷങ്ങളെ ഒക്കെ കാളും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഈ പറയുന്ന കോൺഗ്രസിന്റെ AICC-യിലുള്ളവർക്കൊക്കെ തന്നെ അറിയാം. ഇപ്പൊ വന്നിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ തന്നെ എൻ്റെ നിരവധി സുഹൃത്തുക്കൾ, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഈ മേഖലയിൽ വന്നു കഴിയുമ്പോൾ അവരെന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറയും, ചേട്ടാ ഏറ്റവും നല്ലൊരു ആള് ശശി തരൂരാണ്. പക്ഷേ സതീശനെ പോലെയും രമേശ് ചെന്നിത്തലയെ പോലെയും പിന്നെ വേറെ ഏതൊക്കെ നേതാക്കൾ ഇപ്പം പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരോധമാവും, നമ്മുടെ പ്രസ്ഥാനത്തോടൊക്കെ വിരോധം വരും. അങ്ങനെയുള്ള നിരവധി പേർ ഇങ്ങനെ ഈ മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് പൊങ്ങി വരാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം, അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൽ തന്നിരിക്കുന്ന സർവേയിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യൂത്തിന് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പ്ലാനർ. ഇപ്പം നമ്മൾ പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നീണ്ട 10 വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ പ്ലാനുകൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണ്. നമ്മൾ ഒരു ദിവസത്തെ പ്ലാൻ പോലും നമ്മളെ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ആ സ്ഥാനത്ത് ഇദ്ദേഹത്തിന് കൊണ്ടുവരണമെന്ന് യൂത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സർവേ ഫലമാണ്. അതിൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി വരണമെന്ന് കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അതിൽ വേറൊരു വിചിത്രമായ സംഭവം എന്ന് പറയുന്നത് 4% വരെ AK ആന്റണി വരണമെന്ന് ആഗ്രഹിക്കുന്നവരോ. ഇത് രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെന്ന്. ആരെങ്കിലും അങ്ങനെ പറയും? എനിക്ക് രാജാവാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ഞാനല്ല പറയേണ്ടത്, വേറെ കണ്ടിരിക്കുന്നവരാണ് പറയേണ്ടത്. എടാ നിനക്ക് രാജാവാനുള്ള യോഗ്യതയുണ്ട്, നിന്നെ രാജാവാക്കാം. ഇത് ഞാൻ രാജാവാനുള്ള യോഗ്യത എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയം പഠിച്ചവരാരും ഇന്ന് നമ്മുടെ കൊച്ചു മുറുക്കാൻകടയിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയമുള്ള സ്ഥലത്ത് ഇദ്ദേഹം രാഷ്ട്രീയം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു പറഞ്ഞു. അതിവിടെ വിവാദമായി. രണ്ടാമത് നയതന്ത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയതൊക്കെ അറിയാമല്ലോ. ഇവിടെ നിങ്ങൾ തന്നെ സംസാരിച്ച സമയത്ത് എന്തായിരുന്നു ഒരു ശശി തരൂർ വിഷയം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ തരൂര് വിദേശ യാത്ര പോയെ സംബന്ധിച്ചുള്ള കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. ഇത് അദ്ദേഹം ഇപ്പൊ വന്നിരിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് കുരുപൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു അടവ് നയം കോൺഗ്രസിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിനെ കുറിച്ച് ആരും തന്നെ ഒന്നും പറയണ്ട. ചില കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച തീർത്തും അവഗണനയോടെ തള്ളിക്കളയുമ്പോൾ അത് പിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതിനിറങ്ങിയ ആൾ പിന്നെ ആകെപ്പാടെ പരാജയപ്പെട്ടു. ചില കാര്യങ്ങൾ നമ്മൾ അതിനെടുത്ത് പൊക്കി പിടിക്കാൻ പോകുന്നത് കാണുമ്പോൾ ഇതിനു വേണ്ടി ഒരുമ്പെട്ടവരുണ്ടല്ലോ, ചില കുതന്ത്രങ്ങൾക്ക് ഒരുമ്പെടുന്നവരെ പരാജയപ്പെട്ടു. ഇപ്പൊ കുതന്ത്രങ്ങൾക്ക് ഒരുമ്പെട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കണ്ടില്ലെന്ന് നടിക്കും. അത് ആ ഒരു രീതി, ഈ കുതന്ത്രം, ഇതിപ്പോ അദ്ദേഹത്തിന്റെ കുതന്ത്രമാണെങ്കിലും അല്ലെങ്കിലും ഇതിനെ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളൊരു രീതി കോൺഗ്രസിനകത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ വാർത്ത കേട്ടല്ലോ. അത് രമേശ് പക്ഷേ ചെറുതായിട്ട് നെർവസ് ആയി. കാര്യം രമേശിന് വളരെ താല്പര്യമുണ്ട് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്. പിന്നെ VD സതീശനെ സംബന്ധിച്ച് അപ്പോൾ രമേശ് പറഞ്ഞു ഇത് വെറുതെ അദ്ദേഹം തന്നെ പാചകം ചെയ്ത് ഇറക്കിയ ഒരു സാധനമാണ്. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ അദ്ദേഹം വേവിച്ചിറക്കിയ ഒരു സാധനമാണ്.
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രമേശ് പറഞ്ഞത്. വി.ഡി. സതീശൻ പറഞ്ഞത് ഞാൻ ഇതിന് യോഗ്യനല്ല, ഞാനിത് പറയാൻ യോഗ്യനല്ല, ഇത് പറയേണ്ടത് AICC ആണ്. അദ്ദേഹം പിന്നെ അതിൽ അവിടെ പിന്നെ AICCയിലെ ഒരു അംഗമാണ്, അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. രമേശ് ചെന്നിത്തല അടുക്കളയിൽ സ്വന്തം ഇദ്ദേഹത്തിന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയതാണ്. ശശി തരൂരിന്റെ അടുക്കളയിൽ അദ്ദേഹം കുക്ക് ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ നല്ല ഉദാഹരണമാണ്. ആയിരിക്കാം, ആവാതിരിക്കാം, സർവേ ഫലം വന്നത് അദ്ദേഹത്തിന്റെ ആൾക്കാർ ചെയ്തത് നമുക്കെങ്ങനെ അറിയാം? കാര്യം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയയിലെ പോളിംഗ് അല്ലേ അത്? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അല്ല, എന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള രാഷ്ട്രീയം നമ്മൾ കറക്റ്റ് അല്ല. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് അതിന്റെ സാങ്കേതിക വശങ്ങൾ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. അല്ല, അറിയാത്തവർ പറഞ്ഞു കൊടുക്കണമായിരുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഓരോരുത്തരുമാണ് വോട്ട് ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിപ്പോ അദ്ദേഹത്തിന് ഈ പറയുന്ന നിലമ്പൂർ ഇലക്ഷനിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇത് കൊടുത്തിട്ട് വീണ്ടും ശത്രുക്കൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് അറിയില്ലേ? ഇപ്പം നയതന്ത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ അദ്ദേഹം ഇല്ല. എന്നിട്ട് രണ്ടാമത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാം കൂടെ നോക്കി വായിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ചുണ്ടിനും കപ്പിനും ഇടയിൽ കോൺഗ്രസ് തന്നെ ഇവർക്ക് കിട്ടാനുള്ള അവസരം കളഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മളൊക്കെ വീണ്ടും അനുഭവിക്കേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഇവിടുത്തെ കുട്ടി പിന്നെ കാട്ടാളന്മാരും മുതിർന്ന കാട്ടാളന്മാരും കൂടെ ഇനി അടുത്ത് എന്ത് കാണിക്കാൻ പോകണമെന്ന് ഉടയനമ്പരന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ശശി തരൂർ അവിടെ നിന്ന് ഈ പോസ്റ്റ് ഇടുന്നതിന് ഒരു പ്രസക്തി കൂടെ ഉണ്ട്. അതായത് ഈ അദ്ദേഹത്തിനെ ഒന്നിലും ഇവർ ഉൾപ്പെടുത്തുന്നില്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞു നിലമ്പൂർ ഇലക്ഷൻ ഉൾപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നു. അപ്പൊ അദ്ദേഹം അവിടെ നിന്നിട്ട് നിങ്ങളിൽ ഏറ്റവും യോഗ്യൻ ആരെന്നുള്ളത് അദ്ദേഹം തന്നെ കാണിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും അവിടെ വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണ് എന്ന് പറയുന്നില്ല. അതിന് പകരം ഒരു പോൾ ലിസ്റ്റ് വെച്ചിട്ട് നേരത്തെ അദ്ദേഹം കുറച്ചു മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവനാണ്. അതാ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പക്ഷെ ഇത്തവണ ഈ സോഷ്യൽ മീഡിയ ഒരു ചെറിയ മാറ്റമുണ്ട് അല്ലെ? ഈ സോഷ്യൽ മീഡിയ പോസ്റ്റില് ഒരു പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് പേരുടെ ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, മറ്റ് വ്യക്തികളുടെയും പേര് വെച്ചിട്ട് വോട്ടിംഗ് സമ്പ്രദായമാണ് വച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പൊതുജനം, അതായത് ജനകീയമായിട്ടുള്ള ഒരു വിചാരണ, അല്ലെങ്കിൽ വിചാരണയല്ല, ജനകീയമായിട്ടുള്ള ഒരു വിചാരമാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ ഒരു നിർണായകം എന്താണ് ജനവിധി എന്നുള്ളത് കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങളിൽ മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ചെന്നിത്തലയ്ക്ക് അതിന് സാങ്കേതിക വശങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ചെന്നിത്തല അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കിയത്. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞത് കാര്യം അവർക്ക് ടോപ്പിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മള് ഈ പറയുന്ന ഒരു ഹൈക്കമാൻഡ്, അതായത് ഹൈക്കമാൻഡിൽ നിന്ന് AICC അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ശശി തരൂരിന് എന്ത് പറയുകയാണെങ്കിലും നിങ്ങൾ ആരും മറുപടി പറയണ്ട. അതായത് ഒരു പ്രസ്താവന വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി വരുമ്പോൾ അതിന് നമ്മൾ കണ്ടെന്നും നടിക്കും, കാണാതിരിക്കുന്നതും നടിക്കും, കണ്ടിട്ട് കാണാത്തതായിട്ട് നടിക്കും. ഇത് കണ്ടിട്ട് കാണാത്തതായിട്ട് നടിക്കുക. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ അവോയ്ഡ് ഇഗ്നോർ ചെയ്യുക? ഒരു വ്യക്തിയെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ട് കാണാത്ത ഇരിക്കുക, ഒരു വ്യക്തിയുടെ പ്രസ്താവന എനിക്ക് തോന്നുന്നത്, നമ്മുടെയൊക്കെ ഒരു കൊച്ചു ബുദ്ധിയിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് സ്വയം അദ്ദേഹം കോൺഗ്രസ് വിട്ട് പോകില്ല. ഇദ്ദേഹം ഇത്രയും പ്രൊവക്കേഷൻ ഇത്തരത്തിൽ അവരെ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്യുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിനെ പുറത്താക്കും. താഴെ വീണ അദ്ദേഹത്തിന് രണ്ട് കൈയും നീട്ടി മോദി എടുക്കും. അപ്പൊ ജനത്തിന് ആരോട് അനുകമ്പയാവും? ശശി തരൂരിനോട് അനുകമ്പയാവും, കോൺഗ്രസിനെ തള്ളിപ്പറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അദ്ദേഹത്തിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് എന്ന് വേണം ഞാൻ ഇപ്പൊ അദ്ദേഹം പഠിക്കുന്നു. ഇപ്പൊ അദ്ദേഹം പഠിക്കുന്നു. അദ്ദേഹം പഠിച്ച് നമ്മളെ ഈ ഒരുപാട് അനുഭവങ്ങളുള്ള ആൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ പഠിക്കാനാണ്? അനുഭവങ്ങളാണല്ലോ ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യുന്നത്. 70 വയസ്സോട് അടുപ്പിച്ച് 70 വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും അദ്ദേഹത്തിന് ഇനി പഠിച്ചില്ലെങ്കിൽ എപ്പോ പഠിച്ചില്ലെങ്കിൽ അല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും ഉയർന്ന പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാര്യം ഇന്ന് നടക്കുന്നതല്ല നാളെ നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ട്രിക്കിന്റെ ഒരു ഇതാണ്, ട്രിക്കാണ്, പൊളിട്രിക്സ് അല്ലേ. ഏതായാലും നമുക്ക് നോക്കാം തരൂരിനെ ഇനി ഏത് തരത്തിൽ കോൺഗ്രസ് പിന്നെ ട്രീറ്റ് ചെയ്യും. കാര്യം ഇതിനകത്ത് ഒരു വസ്തുത കൂടെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാര്യം ഗാന്ധി കുടുംബത്തിൽ രാഹുൽ ഗാന്ധിയുമായി ഇദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഉപേക്ഷിക്കാത്തത്. അത് രാഹുൽ ഗാന്ധിയും അദ്ദേഹം തമ്മിലുള്ള ഒരു ബന്ധം, അത് ഇവർക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിയാണ് ഇവർക്ക് ആ ഒരു വിഷയത്തിൽ. കെ.സി. വേണുഗോപാലിനൊക്കെ ഭയങ്കര കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരാൾ പോയിട്ടേ ഈ ആൾ പോയിട്ട് എത്ര നല്ല നല്ല നേതാക്കളെ AICC പുറത്താക്കി എന്നറിയാവോ? ഗുലാം നബി ആസാദ്, പിന്നെ മല്ലിക സോഡി, ഇങ്ങനെ തുടങ്ങി എത്ര പേര് പുറത്താക്കി. അപ്പം ഒരു ചില വിഷയങ്ങൾ ചിലടത്ത്
ഒരു പാലിൽ ഒരു തുള്ളി വിഷം വീണ അത് മൊത്തത്തിൽ വിഷമാവൂലേ? അതുപോലെയാണ് ഇപ്പൊ AICCയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാര്യം രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ പുറത്താക്കാനും വയ്യ, എന്നാൽ പുറത്താക്കിയാൽ അദ്ദേഹത്തിന് ഇമേജ് കൂടും. കാര്യം മോദി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിനെ കിട്ടാനായിട്ട്. ഇപ്പൊ കേൾക്കുന്ന വാർത്ത തിരുവനന്തപുരത്ത് MP സ്ഥാനം രാജിവെക്കും, എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരും, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ MP ആകും. അങ്ങനെയൊക്കെ ഏതായാലും നമുക്ക് നോക്കാം. വളരെ രസകരമായ ഒരു ഉൾപാർട്ടി രാഷ്ട്രീയമാണ് ഇപ്പോൾ തരൂരിലൂടെ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.